ഇന്ത്യയുടെ ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ യുവത്വം തെരുവിലിറങ്ങിയപ്പോൾ അതിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത് എത്രത്തോളം മോദി സർക്കാരിനെ പിടിച്ചുലച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രതികാര നടപടി അവർ ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിന് സാക്ഷ്യം വഹിച്ച ദിവസമായിരുന്നു ഇന്നലെ സംഘപരിവാർ ഐഷി ഘോഷിനെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടു. ആ വേട്ടയാടൽ തുടങ്ങിയത് കേവലം CJP സമരത്തിൽ SFI ശക്തമായി പിന്തുണ നൽകിയതുകൊണ്ട് മാത്രമല്ല, SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായ ഐഷ ഘോഷിന്റെ സമരത്തിന്റെ പ്രധാന മുഖമായി മുൻനിരയിൽ വന്ന് നിന്നപ്പോൾ മുതൽ, അല്ലെങ്കിൽ അതിന്റെ ആ സാഹചര്യം മുതൽ തന്നെ ഐഷയെ ഏതെങ്കിലും തരത്തിൽ തകർക്കുവാനുള്ള എല്ലാവിധ നടപടികളും ദില്ലി പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമായിട്ടാണ് ഇന്നലെ ഈ പറഞ്ഞതുപോലെ തന്നെ AKG ഭവനിലേക്ക് ഐഷയെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് എത്തിയത്. എന്നാൽ ആ ദില്ലി പോലീസിന് ഇന്ന് കോടതിയിൽ വലിയൊരു തിരിച്ചടി ലഭിച്ച ദിവസം കൂടിയാണ്. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്തരുതെന്ന് ഇന്ന് കോടതി പറഞ്ഞു. അറസ്റ്റ് വാറന്റ് പാട്യാല ഹൗസ് കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി. ഫെമിനയുണ്ട്. ഫെമിന, ഈ കോടതിയുടെ നടപടി ഇന്ത്യയുടെ മോദി ഭരണകൂടത്തിനും ഒപ്പം തന്നെ ദില്ലി പോലീസിനും എന്റെ മുഖത്തിനേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയല്ലേ? നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നയിച്ച വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ദില്ലിയിലെ CPIM ആസ്ഥാനമായിട്ടുള്ള AKG ഭവനിൽ അതിക്രമിച്ചു കയറിക്കൊണ്ട് പോലീസ് SFI നേതാവായിട്ടുള്ള ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത്. ജോൺ ബ്രിട്ടാസ് MP നേതൃത്വത്തിലാണ് ഈ പോലീസിനെ തടഞ്ഞത്. ഇന്നിപ്പോൾ ഈ പട്യാല ഹൗസ് കോടതിയിൽ ഈ അറസ്റ്റ് വാറന്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയിരുന്നു. നേരെ 2021 ബംഗ്ലാ ഭവനിലേക്ക് നടത്തിയ ഒരു മാർച്ചില് ഒരു കേസ് പൊക്കിയെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് എത്തിയത്. എന്നാൽ നാളെ കോടതിക്ക് മുൻപിൽ ഹാജരാകേണ്ട, നേരിട്ട് ഹാജരാകാമെന്ന് ഐഷി ഘോഷ് അറിയിച്ചിരുന്നു. പക്ഷേ അത് പരിഗണിക്കാതെയാണ് ഇപ്പോൾ ദില്ലി പോലീസ് നേരിട്ട് AKG ഭവനിലെത്തി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇതിനെതിരെയാണ് പട്യാല ഹൗസ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത്. ഈ അറസ്റ്റ് വാറന്റ് ഇപ്പോൾ പട്യാല ഹൗസ് കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഐഷി ഓൺലൈനായിട്ട് ഈ കേസിൽ ഹാജരായിരുന്നു. നാളെ കേസ് പരിഗണിക്കുമ്പോൾ ഐഷി ഘോഷ് നാളെ നേരിട്ട് ഹാജരാകും. വാറന്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ നേരത്തെ അറിയിച്ചെങ്കിലും, ഇന്ന് അപേക്ഷ നൽകുമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും അറസ്റ്റ് ചെയ്യാൻ AKG ഭവനിലേക്ക് എത്തുകയായിരുന്നു പോലീസ്. ഇതൊരു രാഷ്ട്രീയ കാരണത്താലാണ് പോലീസിന്റെ ഒരു നീക്കം എന്നാണ് ഇപ്പോൾ CPIM നേതാക്കളെല്ലാം ആരോപിക്കുന്നത്. രാവിലെ ഈ ഒരു ഐഷിയുടെ ഒരു അഭ്യർത്ഥന പ്രകാരം, ഐഷി പറഞ്ഞ പ്രകാരമാണ് അപേക്ഷ നൽകിയത്. ഉച്ചയ്ക്ക് കോടതി ഈ ഒരു കേസ് പരിഗണിക്കുകയും അറസ്റ്റ് വാറന്റ് റദ്ദാക്കുകയും ആണ് ചെയ്തത്. നിയമ നടപടികളുമായി സഹകരിക്കാൻ ഐഷി ഘോഷ് സഹകരിക്കും. ഇപ്പോൾ SFIയുടെ ഒരു വാർത്താ സമ്മേളനം 4 മണിക്ക് ഇന്ന് നടക്കുന്നുണ്ട്. ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും. എന്തായാലും ഈ നീറ്റ് പേപ്പർ ചോർച്ചയ്ക്കെതിരായ പ്രക്ഷോഭത്തിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്നയാളാണ് ഐഷി ഘോഷിനെ ഈ വേട്ടയാടാനുള്ള ശ്രമത്തെ നിയമപരമായി തന്നെ നേരിടുകയാണ് CPIM പാർട്ടി ഓഫീസിലേക്ക് അതിക്രമിച്ചു കടന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തെ ഇന്നലെ തടഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു വിധി ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാളെ ഇന്ന് അറസ്റ്റ് വാറന്റ് റദ്ദാക്കിയിരിക്കുകയാണ് പട്യാല ഹൗസ് കോടതി. മുൻകാല കേസുകൾ പൊക്കിയെടുത്തുകൊണ്ട് ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ചവരെ വേട്ടയാടാനുള്ള ശ്രമമാണ്. തുടരുക. ഇപ്പോൾ SFI കേരള സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സഞ്ജീവ്, ഇന്നലെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദില്ലി പോലീസ് എടുത്തൊരു തിടുക്കം, ആ തിടുക്കത്തിന് പിന്നിൽ വ്യക്തമാണ് അവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഈ രാജ്യത്തെ SFI നേതാക്കളെയാണ്. ഇങ്ങനെയുള്ള അവരുടെ അതിക്രമങ്ങൾക്കെതിരെ മുന്നോട്ട് വരും എന്ന ആ ഒരു ഭയമാണ് നമ്മൾ ഇന്നലെ AKG ഭവനിൽ ഈ ഇത്തരത്തിൽ ഒരു യൂണിഫോം ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഇത്രയും പെട്ടെന്ന് ഐഷി അറസ്റ്റ് ചെയ്യുവാനുള്ളൊരു വ്യഗ്രത, ആ പ്രതികാരം നമുക്ക് കാണുവാൻ സാധിച്ചത്. അതിനിപ്പോൾ ഇന്ത്യയുടെ നീതിന്യായ മേഖല തന്നെ, കോടതി തന്നെ ഒരു വലിയ തിരിച്ചടി നൽകിയിരിക്കുന്ന ഒരു ദിവസമാണെന്ന്. അപ്പോൾ SFI എങ്ങനെയാണ് ഈ ദില്ലി പോലീസിന്റെ ആ ഒരു സമീപനത്തെ നോക്കിക്കാണുന്നത്? സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് രാജ്യത്തെ SFI എന്നുള്ളത് സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി JNU സർവകലാശാലയുടെ യൂണിയൻ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഐഷി ഘോഷിനെ കൊലപ്പെടുത്താൻ JNU സർവകലാശാലയുടെ അകത്തളങ്ങളിലേക്ക് ഇരുമ്പ് ദണ്ഡുമായി കയറിയവരാണ് സംഘപരിവാർ. അതിന് അന്ന് കാവൽ നിന്ന പോലീസാണ് ഡൽഹി പോലീസ്. ആ ഡൽഹി പോലീസ് ഇന്നിപ്പോ AKG ഭവനിലേക്ക് ഇരമ്പിയാർന്നു വന്നത് ഏതെങ്കിലും നീതി നടപ്പിലാക്കാനോ ഏതെങ്കിലും പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിനെ ബാധിക്കുന്ന എന്തെങ്കിലും കേസിലെ നടപടിയെടുക്കാനോ അല്ല.
കഴിഞ്ഞ 40 ദിവസത്തിന് മുകളിലായും അതിനു മുൻപും ഈ രാജ്യത്തെമ്പാടും വ്യത്യസ്തമാർന്ന സമരങ്ങൾക്ക് SFI നേതൃത്വം കൊടുക്കുന്ന വിഷയങ്ങൾക്ക് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഐഷി ഘോഷിനെ തങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട് ഒരിക്കൽ പോലും സമൻ ചെയ്യാത്ത ഡൽഹി പോലീസ് സംഘപരിവാർ മുട്ടുമടക്കി അവരുടെ പ്രധാനിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന നിലയിലേക്കും ഈ കാലം അത്രയും ചോദ്യം ചെയ്യപ്പെടാത്ത നിലയിൽ രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ അമിതാധികാര വാഴ്ച, ആ അധികാര വാഴ്ചയെ ഇന്ന് മൊനയൊടിച്ചു കളഞ്ഞ SFIയുടെ നേതൃത്വത്തെ കഴുത്തുറങ്കിലടച്ച് വീണ്ടും ആ ഭയത്തെ തിരികെ റിപ്ലേസ് ചെയ്യാനാണ് ഈ പ്രവർത്തനം അവർ നടത്തിയത്. എന്നാൽ അവർക്കോ സംഘപരിവാറിനോ, ഡൽഹി പോലീസിനോ സംഘപരിവാറിനോ തിരിച്ചറിയാൻ കഴിയാത്ത കാര്യം, ഈ കൽത്തുറങ്കുകളോ കേസുകളോ കാണിച്ച് ഭയപ്പെടുത്താൻ കഴിയുന്നവരല്ല ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരെന്നും അത് അവര് രാജ്യമിനുക്കിയെടുത്ത രാഷ്ട്രീയ ബോധ്യവും അവരുടെ രാഷ്ട്രീയ ചരിത്രവും ഇതുവരെ കടന്നു വന്ന നാളുവഴിയും ഒക്കെയും കഠിനമായ രാഷ്ട്രീയ സമസ്യകളെയും പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ടാണ്, ഇതിലുമേറെ പൊരുതിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞ മനുഷ്യരെല്ലാവരും ഈ രാഷ്ട്രീയ വഴിയിൽ മുന്നോട്ട് വന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്തത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ മൗഢ്യമാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. എത്രയെത്ര കേസുകൾ കൊണ്ട് ഇനിയിപ്പോ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ കീഴടക്കിയിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും സമൻസുമായി നാളെ സംഘപരിവാർ വന്നേക്കാം. ഇനിവരെ ഈ കാലം അത്രയും ഉണ്ടായിരുന്ന എല്ലാ സമരങ്ങളും പൊടി തട്ടിയെടുത്ത് നാളെ സംഘപരിവാർ വന്നേക്കാം. അതൊക്കെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഇവരുടെ ക്വസ്റ്റ്യൻഡായി നീണ്ടുപോയിക്കൊണ്ടിരുന്ന അധികാര വാഴ്ചയെ ചോദ്യം ചെയ്ത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഭരണകൂടമാണെന്നും അതിന് ഉത്തരം പറയാൻ അവർക്ക് ബാധ്യസ്ഥതയുണ്ടെന്നുമുള്ള അക്കൗണ്ടബിലിറ്റി നമ്മുടെ സമരം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ശ്രദ്ധിക്കുക. സഞ്ജീവ്, ഇവിടെ ഇന്നലത്തെ ആ ഒരു ദില്ലി പോലീസിന് ആ ഒരു നടപടിയിൽ നിന്നും വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. CJPയുടെ നേതൃത്വത്തിൽ നടന്ന സമരമായിരുന്നു എങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ ആവേശം അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ഊർജ്ജം രാജ്യത്തിന്റെ SFI ആയിരുന്നു, SFIയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുമായിരുന്നു എന്നുള്ള മോദി സർക്കാരിന്റെ ഒരു ബോധ്യമല്ലേ? ആ ഒരു സമരം അവസാനിപ്പിച്ച് കോടതി ഇത്തരത്തിലുള്ള നടപടികളൊന്നും, പ്രതികാര നടപടികളൊന്നും ഉണ്ടാവരുത് എന്ന നിർദ്ദേശം നൽകിയ ആ ഒരു സാഹചര്യത്തിൽ പോലും പഴയ കേസുകൾ കുത്തിപ്പൊക്കി രാജ്യത്തിലെ SFI നേതാക്കൾക്ക് നേരെ ഇങ്ങനെ ഒരു പടയൊരുക്കം നടത്തുവാൻ ദില്ലി പോലീസിനെ പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മോദി സർക്കാരിന് ഇടതുപക്ഷത്തോടുള്ള ഒരു ഭയം തന്നെയല്ലേ? രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ കടന്നു വന്ന സമരമാണ് ജന്തർ മന്തർ സമരം. അങ്ങനെയുള്ള ഏതൊരു സമരവും ലോകത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ തൊട്ടു മുമ്പേ ഉള്ള വ്യത്യസ്ത രാജ്യങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാം. ഇപ്പൊ നേപ്പാളിലും മറ്റു ചില പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ട ജൻസികളുടെ നേതൃത്വത്തിൽ നടന്ന സമരം ബംഗ്ലാദേശിൽ ഉൾപ്പെടെ വഴിതെറ്റിപ്പോയത് നമ്മൾ കണ്ടിരുന്നു. മറ്റൊരു അക്രമാസക്തമായിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തിന്റെ ഒരു വാഴ്ചയായി മാറിയിരുന്നു. പക്ഷേ ഈ സമരത്തിന് അങ്ങനെ മാറ്റാൻ വേണ്ടി സംഘപരിവാർ ശ്രമിച്ചെങ്കിലും, അങ്ങനെയുള്ള ഇൻഫ്രിഞ്ച്മെന്റ് ഗ്രൂപ്പുകളെ ഒക്കെ ഇറക്കി പല വിധത്തിൽ അക്രമമൊക്കെ നടത്താൻ സംഘപരിവാർ ശ്രമിച്ചെങ്കിലും അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഉള്ളടക്കം അതിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ലോഗൻ അതിനുണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് കൊടുത്തത് ഇടതുപക്ഷവും SFIയുമാണ്. ആ ബോധ്യം വഴിതെറ്റി പോകാമായിരുന്ന ഘട്ടങ്ങളിലൊക്കെയും അതിന് വഴി കാണിച്ചു കൊടുത്തും അതിന് നേതൃത്വപരമായ ചൂട്ടുപിടിച്ചും അതിനൊരു മുദ്രാവാക്യം നൽകിയും അതിനെ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്ത് അതിന്റെ അന്തിമ വിജയത്തിലേക്ക് എത്തിച്ചത് SFIയാണ്. അത് തിരിച്ചറിഞ്ഞതാണ് ഓർഗനൈസറിന്റെ ലേഖനം. ഇപ്പൊ കേരളത്തിലെ സംഘപരിവാറുകാരും കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങളും നമ്മുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആക്ഷേപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില അർണബ് ഗോസ്വാമിമാർ നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിലെ വിനു വി ജോണിനെ പോലെ. അപ്പോ അവരൊക്കെ ആക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ ഇന്ന് കൂലി വാങ്ങുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്താണ്. അതേ രാജീവ് ചന്ദ്രശേഖരന്റെ അവരുടെ മുതലാളിയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെയൊക്കെ നേതാവായിട്ടുള്ള RSSന്റെ സംഘപരിവാർ നടത്തുന്ന ഓർഗനൈസർ ഒന്ന് എടുത്തു വായിച്ചാൽ അവർക്കൊക്കെ ഇതിന് ഉത്തരം കിട്ടും. ഓർഗനൈസർ തന്നെ നമുക്ക് മേലിൽ ക്രിട്ടിക്കലി പറയുന്ന ഒരു കാര്യം, ഇന്ത്യൻ ഇടതുപക്ഷമാണ് ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ നമുക്ക്